ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ ഡിസൈൻ ചെയ്യണതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ഹൗ ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽസ് വർക്ക്സ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടിയാണ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു സോളിനോയിഡ്, അതായത് ഒരു വയർ എടുത്ത് അതിനെ സ്പ്രിങ് പോലെ ചുരുട്ടുക, അതിനെ ആ ഒരു ആകൃതിനെ പറയാം സോളിനോയിഡ് എന്ന് പറയും. ആ സ്പ്രിങ് പോലുള്ള വയറെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഒരു എന്താ പറയുക, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിൽ കൂടെ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കൊടുത്തിട്ട് അത് കടത്തി വിടും. അപ്പോൾ ആ സ്പ്രിങ് പോലുള്ളത് ഒരു ഇൻഡക്ടർ പോലെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ നടുവിൽ ഒരു ആണി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആണി കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ആണിയിൽ നമുക്ക് പല സാധനങ്ങളും നമുക്ക് അതൊരു ആണി ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ പല സാധനങ്ങളും ഇതിൽ കൂടെ മറ്റേ കോയിൻസും കാര്യങ്ങളൊക്കെ അത് ചാടി പിടിക്കുന്നതായിട്ട് കാണാം. ഈ ആണി മാറ്റിക്കഴിഞ്ഞാൽ ആ ഇഫക്റ്റിൻ്റെ സ്ട്രെങ്ത് കുറയും, മാഗ്നറ്റിക്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഈ ഫീൽഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മളതിൻ്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഫീൽഡിൽ നിന്ന് പോകുമ്പോൾ ഓരോ ലൈൻസും കാണിക്കുന്നത് ഓരോ ഫ്ലക്സ് ആണ്. ആ ഫ്ലക്സ് കട്ട് ചെയ്യണ രീതിയിൽ ഒരു വെസൽ, ഒരു പ്ലേറ്റ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിനെ കട്ട് ചെയ്യണോണ്ട് അതിനെ അതിൻ്റെ സ്വമേധയുള്ള ഇതിന് അങ്ങനത്തെ കറണ്ടും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു കറണ്ട് റിവേഴ്സ് EMF ഉണ്ടാവും. അതുവഴി റിവേഴ്സ് കറണ്ട് ഉണ്ടാവും. അത് ആ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ കറങ്ങും. അതിനാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുക. ഈ എഡ്ഡി കറണ്ട് ഈ പ്ലേറ്റിൽ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കും. അതിനാണെങ്കിൽ I²R എന്നുള്ളതാണ് അതിൻ്റെ പവറിൻ്റെ ഫോർമുല. അപ്പോൾ I²R ലോസസ് ഉണ്ടാക്കും. I²R അതായത് ആ കറണ്ട് മൾട്ടിപ്പിൾ സ്ക്വയർ ടൈംസ് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു പവർ ലോസ്. പവറിൽ ഹീറ്റിംഗ് അവിടെ നടക്കും. ഈ ഹീറ്റിങ്ങിനെയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ എന്താ പറയുക, ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത്. വളരെ നമുക്ക് ഷോക്കൊന്നും അടിക്കില്ല. കാരണം ഇതൊരു എന്താ പറയുക, റാൻഡം ഷോക്ക് അടിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് തിയറിറ്റിക്കലായിട്ട് പറയാൻ എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ എഡ്ഡി കറണ്ട് ഷോക്ക് തരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് അത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വേണമെങ്കിൽ നോക്കണോ? വേണമെങ്കിൽ നോക്കിയിട്ട് അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ നോക്കേണ്ടത് എഡ്ഡി കറണ്ട് ഷോക്ക് അടിപ്പിക്കുന്നതാണ്. ഓക്കെ, വിൽ എഡ്ഡി കറണ്ട് എൻ്റെ ചോദ്യം കറക്റ്റായി നോട്ടെ. എഡ്ഡി കറണ്ട് ഇലക്ട്രിക്. വാട്ട് കറണ്ട് കോസസ് ഇലക്ട്രിക്കൽ ഷോക്ക്? വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് എഡ്ഡി കറണ്ട്? ക്യാൻ ഇലക്ട്രിസിറ്റി കോസ് ഇലക്ട്രിക് ഷോക്ക്? Because we don't get shock due to current, we get shock due to voltage difference between the ground and conductor and ground. In case of eddy current, voltage difference is very small, so we don't get any shock. മനസ്സിലായി. ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് നമ്മുടെ കൈയും കാലൊക്കെ തട്ടുമ്പോഴാണ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് കുരങ്ങൻ ഒരു ലൈൻമ മാത്രം പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കാക്ക ഒരു ലൈൻ മാത്രം ഇരിക്കുമ്പോൾ ഷോക്ക് അടിക്കാത്തതും, അതുപോലെ തന്നെ ലൈനിൽ നിന്ന് ന്യൂട്രൽ വയറിലേക്ക് കാല് വെച്ച് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുന്നതും ഈ ഷോക്ക് അടിക്കുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ മറന്നുപോയിട്ട് പെട്ടെന്ന്. അപ്പോൾ ഇവിടെ എഡ്ഡി കറണ്ടിന് വളരെ വോൾട്ടേജ് ഡിഫറൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നോ ഇഷ്യൂ. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ കുക്കറിലൊക്കെ വെച്ചിട്ട് വെസൽസ് തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാത്തത്. അല്ലെങ്കിൽ ഈ സ്റ്റീൽ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാത്തത്. ശരിയുണ്ടോ? അതിന് വളരെ മിനിമൽ വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളൂ. ഇനി പണ്ടാരം ഇതെങ്ങാനും വോൾട്ടേജ് ഡിഫറൻസ് കൂടോ? അതിന് വല്ല ചാൻസ് ഉണ്ടോ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ.
പിന്നെ എങ്ങനെ സെർച്ച് ചെയ്തേക്കാം. ബിക്കോസ് വി ഡോണ്ട് ഗെറ്റ് ഇലക്ട്രിക് പറയില്ല ഇല്ലെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഡസ് എഡി കറന്റ് ഫോർ സ്പാർക്കിംഗ്, വാട്ട് ആർ ദി വൈ ഡോണ്ട് വി ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് ഡ്യൂ ടു ആൻ എഡി കറന്റ്? വളരെ ബ്രില്യൻ്റ് ആയിട്ട് എന്തോ ഒരു ടീം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി വഴി നോക്കാം. കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൽ ഏതൊരുത്തനാണ് ശരിയായി പറയണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, വെറുതെ വായിച്ചു നോക്കാന്ന് മാത്രം. ബിക്കോസ് വി ഡോണ്ട് ഗെറ്റ് ഷോക്ക് ഡ്യൂ ടു കറണ്ട്, വി ഗെറ്റ് ഷോക്സ് ഡ്യൂ ടു വോൾട്ടേജ് ഡിഫറൻസ്. ഈ മഹാനാണ്, ഈ അഭിഷേക് സിംഗ് ആണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ കേട്ടോ. Between the conductor and ground. In case of eddy current, voltage difference is very small, so we don't get any shock. I have touched the bus bar carrying 300 ampere but did not get any shock because the bus bar was at 24 volt with respect to ground. അതുകൊണ്ട് അവന് 300 ആംപിയറിന്റെ സാധനം അടിച്ചിട്ട് പോലും അവനൊന്നും പറ്റിയില്ലെന്നാണ് പറയണം. ഇനിയിപ്പോൾ അവൻ വല്ല കിളി പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമോ? ഞാൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എഡി കറണ്ട് ഹാംലെസ് ആണെന്നാണ് എല്ലാവരും പറയണത്. എല്ലാവർക്കും കൈയടിക്കാം. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അപ്പോൾ ഇൻഡക്ഷൻ കോയിൽ വർക്ക് ചെയ്യേണ്ട സംഭവം, നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം ഹീറ്റിംഗ് കോയിൽ മാറ്റി ഇൻഡക്ഷൻ കോയിൽ വെക്കണത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ഇപ്പം ഹീറ്റിംഗ് കോയിൽ മാറ്റി വെക്കണേ? 550 വാട്ട്സ് ഉള്ള ഹീറ്റിംഗ് കോയിലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കോയിലിൻ്റെ പവർ എത്രയാണെന്ന് അറിയാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. How we can calculate induction coil heating power? എൻ്റെ ചോദ്യം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഹൗ മച്ച് പവർ ഡസ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ യൂസ്? ഹൗ ഡു യു കാൽക്കുലേറ്റ് പവർ റിക്വയർഡ് ഫോർ ഹീറ്റിംഗ്? How is induction heating measured? What is an induction heating coil? ഓരോന്ന് വായിച്ചു നോക്കാം. Supposedly your induction uses a maximum power of 2000 watts, 2 kilowatts. Now, 1 unit of electricity is based on the number of kilowatts consumed per hour. Using the maximum wattage of 2000 watt for 1 hour will lead to the consumption of 2 unit of electricity. ബ്രാവോ. ഇതെനിക്ക് മനസ്സിലായി, പക്ഷേ ഇതല്ലല്ലോ എൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ. ഡസ് ആൻ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് യൂസ് മോർ ഇലക്ട്രിസിറ്റി? അത് വായിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ ബെറ്റർ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇത്. ഓക്കെ, അപ്പോൾ ഡസ് ആൻ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഓക്കെ, ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ തിരിച്ചാലോചിക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: 150 വാട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഹീറ്റിംഗ് കോയിൽ, നോർമൽ ഹീറ്റിംഗ് കോയിലിൻ്റെ സെയിം ഹീറ്റിംഗ് ഇഫക്റ്റ് കിട്ടുന്ന ഇൻഡക്ഷൻ കോയിലിൻ്റെ പവർ എത്രയായിരിക്കും? അപ്പോൾ ഇത് ബെറ്റർ ആയിരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ വായിച്ചു നോക്കാം. One of the major benefits of using induction cooktop is that these are more energy efficient. എൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ ഇവിടെ തന്നെ കിട്ടി. ഭയങ്കര എനർജി എഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു വാട്ട് അതൊന്നും പറയാനില്ല. Given that the induction works only when cookware is placed on it and uses the electromagnetic induction mechanism to generate heat. അതൊക്കെ ഞങ്ങൾ പഠിച്ചു, പക്ഷേ it ends up being a lot cheaper to operate than other types of cooking methods. This end up being a lot cheaper to okay, anyway, എന്താണ് ചീപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ഫാസ്റ്റ് catching competitions in cooktop world, the makers of induction are keeping pace with the trends and demands. Very good. If we talk about the current scenario, most of the induction cooktops are compatible with the standard voltage supply. അതൊക്കെ നല്ല കാര്യങ്ങൾ. ഇത് ഏത് വർഷം ടൈപ്പ് ചെയ്താണ് ഈ സാധനം? വർഷമില്ലേ? അയ്യോ, ഏത് വർഷം ടൈമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ. നമ്മൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വായിക്കണേന്ന് അറിയണ്ടേ. എനിവേ, ലേറ്റസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കാം.
Being a cherished and popular unit of cooking, induction cooktops gives you excellent temperature and power control along with high efficiency. ഇതെല്ലാം എനിക്ക് ഫേവറബിൾ ആണ് കേട്ടോ. നമ്മുടെ പഴയ ഹീറ്റിംഗ് കോയിലിനെ നമുക്ക് എന്താ പറയുക, അതിനേക്കാളും ബെറ്റർ സുപ്പീരിയർ സാധനമാണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ദ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് യൂസസ് മോർ ഇലക്ട്രിസിറ്റി. നോ, ഇറ്റ് ഡസൻറ്റ്. എല്ലാവരും കൈയടിക്ക്. ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിന് ഉത്തരത്തി. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഡസ് നോട്ട് യൂസ് മോർ ഇലക്ട്രിസിറ്റി ആൻഡ് ഈസ് ഫാർ മോർ എനർജി എഫിഷ്യൻറ്റ് ദാൻ ഗ്യാസ് ഓർ ഇലക്ട്രിക് കുക്ക് ടോപ്സ്. വെരി ഗുഡ്. With induction cooking, 85 to 90% of the heat energy generated is used for cooking. അപ്പം മറ്റേത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ സാധാരണ ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ എഫിഷ്യൻസി? In comparison with the gas stove or electric cooktops, only 65 to 70% of the heating is used for actual cooking. എൻ്റെ ചോദ്യത്തിനുള്ള ക്ലാരിറ്റി കിട്ടി. ഇവന്മാർ പറയുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. 65 to 70% എഫിഷ്യൻസി ഉള്ളൂ നമ്മളുടെ കുക്ക് ടോപ്പിൽ. അതായത് നമ്മൾ 550 വാട്ട്സിൻ്റെ കുക്ക് ടോപ്പ് ഉപയോഗിക്കുമ്പോൾ, ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു 70%, ഒരു 350 വാട്ട്സ് ആണ് ശരിക്കും അതിലൊരു എനർജി കൺവേർഷനിൽ വരുന്നുള്ളൂ. അതേസമയം ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എക്സ്പെക്ട് ചെയ്യാം ഇത് 500 അല്ലെങ്കിൽ 480 500 വാട്ട്സിൻ്റെ വരെ സംഭവം ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ എനർജി എഫിഷ്യൻ്റ് ആണ്. 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ. ദിസ് മേക്സ് ഇൻഡക്ഷൻ കുക്കിംഗ് എ ലോട്ട് മോർ എനർജി എഫിഷ്യൻറ്റ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആൻ എനർജി എഫിഷ്യൻറ്റ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഐ സജസ്റ്റ് ചെക്കിംഗ് ഔട്ട് ദ. അത് ഞാൻ നോക്കില്ല. മാക്സ് ബട്ടൺ അത് നോക്കണ്ട, അത് അവരുടെ പരസ്യം തോന്നുന്നു. ഇറ്റ്സ് എ കോമ്പാക്ട് ആൻഡ് efficient induction stove that makes with the auto shut off safety feature. അതെന്തിനാണ് ഓട്ടോമാറ്റിക് അത് ഷട്ട് ഓഫ് ആയി പോകുന്നത്? എനിവേ, നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ടൈമറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്, ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ആയിക്കോളും. ടേബിൾ ഓഫ് കണ്ടൻസ്. വൈ ഇൻഡക്ഷൻ കുക്ക് ടോപ്സ് നീഡ്സ് ലെസ് ഇലക്ട്രിസിറ്റി. അത് നമ്മൾ പഠിക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ഇൻഡക്ഷൻ ഇങ്ങനെ ലെസ് ഇലക്ട്രിസിറ്റി മതി ഉപയോഗിച്ച് ഈ ഹീറ്റിംഗ് നടത്തുന്നത്? An induction cooktop works on the principle of electromagnetism. It uses electricity to generate a magnetic field. This magnetic field induces current inside the pots and pans used for cooking. So the electricity is not being used directly to the cook food. Secondly, the induction cooktop cooks food faster, speedier. Cooking leads to less electric consumption. Being temperature and power sensitive, as soon as the induction is switched off, it cools down. Again, the electricity consumption is reduced. Induction cooktops are embedded with smart technology. It cuts off the power supply automatically if it does not detect any cookware or empty cookware. ഇതാണ് ഓട്ടോ ഷട്ട് ഓഫ് അല്ലേ? അതായത് കറണ്ട് ഡ്രോയിങ് അപ്പുറത്ത് നമ്മുടെ ഒരു കോയിൽ വെച്ച് കഴിയുമ്പോൾ ഒരു ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാപ്പിൽ ഉണ്ടാവുമായിരിക്കും. ഫ്ലക്സ് കട്ടിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസിങ് അല്ലെങ്കിൽ കറണ്ടിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരാണെന്നുണ്ടെങ്കിൽ മാത്രം പവർ കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ചെയ്യുക. അതായിരിക്കും ഉദ്ദേശം ഐഡിയ. ഇറ്റ് ഓൾസോ കട്ട്സ് ഓഫ് പവർ ഇഫ് ദി ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ് ഓൺ ഹൈ പവർ ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം. അതൊക്കെ എങ്ങനെയാണ് സംഭവം നടക്കണേ? In 2014, an independent non-profit organization, Electrical Power Research Institute, conducted a technical assessment of induction heating. It found induction cooking is highly efficient regardless of cookware size used on top of it. The efficiency was 75%. Yes, ഇത് നമുക്ക് വായിച്ചു നോക്കേണ്ടതാണ്. ഇതാണ് എൻ്റെ റിസർച്ചിൻ്റെ മെയിൻ ഡാറ്റ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ, ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഡസ് ഇൻഡക്ഷൻ കൺസ്യൂം? ഓക്കെ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. To understand how much electricity the induction consumes, let us proceed with the example. Supposedly, your induction uses a maximum power of 2 kilowatts. Now, 1 unit of electricity. 1 unit. Now, 1 unit of electricity is based on the number of kilowatts consumed per hour. Okay, using the maximum wattage of 2 kilowatt per 1 hour. Okay, മനസ്സിലായി. The formula of daily energy consumption is wattage multiplied by hours used per day divided by 1000. അതാണ് എൻ്റെ എനർജിയുടെ സംഭവം.
Note that 2 kilowatt is maximum power, and for cooking every day we usually do not need such high powers. An induction cooktop comes with a control that allows the consumer to change the watt for cooking according to his or comfort. Okay. പവറിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. നൗ ദ മാക്സിമം കുക്കിംഗ് ടൈം യൂഷ്വലി ഈസ് 2 hours സ്പ്ലിറ്റ് ബിറ്റ്വീൻ മോർണിംഗ് ആൻഡ് നൂൺ. ഓക്കെ, 2 മണിക്കൂറാണെന്ന് കൺസിഡർ ചെയ്യാം. ടു എസ്റ്റിമേറ്റ് ആനുവൽ എനർജി കൺസംപ്ഷൻ യൂസ് ദിസ് ഫോർമുല. ഡെയിലി കിലോവാട്ട് മൈനസ് അവർ കൺസപ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് ഡേയ്സ് യൂസ്ഡ് പെർ ഇയർ equal to annual energy consumption. To find the annual cost to run the induction, use this formula. Annual energy consumption multiplied by utility rate per kilowatt hour equal to annual cost to run an induction. Okay. Okay, to measure the energy alternatively, you can purchase electricity usage monitors. They can measure the electricity usage of the device runs on 120 watt. അത് അമേരിക്കക്കാരനെ ഇത് കേട്ടോ, 120 watt ഒക്കെ, നമുക്ക് 240 watt ആണ്. To do this, just plug in the monitor into the electrical outlet the induction uses and then plug the induction into the monitor. Make sure നമ്മുടെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ ഡിവൈസ് ഒന്നുമില്ല പക്ഷേ. To measure the energy use of 240 volt appliance, instead a wall house energy monitoring system. It will give you detailed data on ഇതൊന്നും അല്ലല്ലോ എനിക്ക് അറിയേണ്ടത്. കോസ്റ്റ് വേരിയൻസ് വിത്ത് ഇലക്ട്രിസിറ്റി പ്രൈസസ്, ഇലക്ട്രിസിറ്റി റിക്വയർമെന്റ് ഓഫ് ഇൻഡക്ഷൻ. എനിവേ എന്തായാലും 85 to 90% കിട്ടുന്നല്ല പറയണേ. അപ്പൊ ആ സാധനം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് നോക്കാം. ഇൻഡക്ഷൻ ആക്കി കഴിയും. ഇപ്പൊ എത്ര കിട്ടണമെന്നുള്ളത്, ഇപ്പോ എൻ്റെ കയ്യിലിരിക്കുന്ന സാനിറ്ററി ഡിസ്പെൻസർ ഹീറ്റിംഗ് ഓയിൽ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സാധനത്തിന്റെ പവർ അല്ലെങ്കിൽ അതിന്റെ എനർജി ഒരു മണിക്കൂറിൽ എത്രയാണ് എടുക്കുന്നത്, അല്ല എത്ര വാട്ടാണ് അതിന്റെ പവർ എന്നുള്ള ആക്ച്വൽ പവർ എന്നുള്ളത് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് ഇൻഡക്ഷൻ ഹീറ്റിംഗ് വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ നോക്കണമെന്ന് നോക്കാം. അപ്പോൾ മറ്റേനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പ്രൂഫായി. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഇതാണ് തിയറി, ഇൻഡക്ഷൻ കുക്കിംഗ് ടെക്നോളജി ഡിസൈൻ ആൻഡ് അസസ്മെന്റ്. ഈ അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ആണ് ഇത് ഹീറ്റിംഗ് ഓയിലിനേക്കാളും വളരെ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ സമയം കുറയും പോകും, അതുകൊണ്ട് അബ്സ്ട്രാക്റ്റ് മാത്രം വായിക്കാം. ഇൻഡക്ഷൻ കുക്കിംഗ് ഈസ് ഓഫൺ കൺസിഡേർഡ് വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യന്റ് കുക്കിംഗ് ടെക്നോളജീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. With this technology, up to 90% of the energy consumed is transferred to the food, compared to about 75% of the traditional electric systems and 40% of the gas. Wow, very good. ഗ്യാസിനേക്കാളും ഹീറ്റിംഗ് ഓയിലിനേക്കാളും വളരെ എഫിഷ്യന്റ് ആണ്. This technology has become popular in Europe, but its adoption in the US has been less enthusiastic. അതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നം നമുക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണ്. Several market barriers exist for this technology, including high first cost, the requirement of magnetic cookware, and the lower perceived reliability. This paper presents a finding from the technical assessment of the induction cooking performed by the Electrical Power Research Institute (EPRI) for the California Energy Consumption (CEC). This assessment evaluated the cooking efficiency of induction technology and estimated its energy saving potential. Total cost of ownership is considered, as well as the market barriers and non-energy benefits offered by induction cooking technology. The finding of this study demonstrated that induction cooking is not always more efficient than that conventional electrical technology. The findings of this study demonstrate that induction cooking is not always more efficient than that conventional electric technology. അതെന്താണ് അങ്ങനെ പറയുന്നത്? The energy saving potential of induction cooking is found to be greatest when used with a small cookware. The impact of these findings on standard test procedure is discussed, and recommendations for improvements are suggested.
അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ കുക്ക് വെയറിലാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എഫിഷ്യൻ്റ് ആവുന്നത്. ഇപ്പം നമ്മളുടെ കേസിൽ സാനിറ്റൈസറി നാപ്കിൻസ് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാപ്കിൻസ് കത്തിക്കാൻ വേണ്ട ഒരു പോട്ട്, ഒരു വെസൽ മാത്രം നമുക്ക് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ഒരു ഏരിയ മാത്രം നമ്മൾ കൺസിഡർ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ തിന്നായിട്ടുള്ള ഇത് വേണ്ടി വരും എന്ന് തോന്നുന്നു. എന്നാലാണ് ആ ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. The impact of these findings on standard test procedure is discussed and recommendations for improvements are suggested. Finally, prototype cooker design is presented with in discussion of the limitation of current designs that the prevention their operation with non-magnetic cookware. That prevents their operation with non-magnetic cookware. ഓക്കെ, എന്തായാലും മാഗ്നറ്റിക് കുക്ക് വെയർ കൊണ്ട് ഈ പരിപാടി നടക്കുള്ളൂ. ഇൻഡക്ഷൻ കുക്കിംഗ് ഓക്കെ, ഇനി അത് കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ സമയം ഇനി നഷ്ടപ്പെടും. ഇതിൽ വളരെ വിശദമായിട്ടൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് എന്നാണ് ദ ഇക്വലന്റ് പവർ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എലമെന്റ് ഫോർ ടിപ്പിക്കൽ ഗ്യാസ് ബർണർ ഹീറ്റ് റേറ്റ്സ്. ടിപ്പിക്കൽ ഗ്യാസ് ബർണർ ഹീറ്റ് റേറ്റിന് പവർ ഇത്രയ്ക്കാവുമെന്നാണ് പറയണത്. ഇലക്ട്രിക്കൽ എലമെന്റ് പവറിനാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും. ലബോറട്ടറി ടെസ്റ്റിംഗ് ബൈ ERI. ഇതാണ് കേട്ടോ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റിംഗ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇത് ഗ്യാസിൻ്റെ കൺവെൻഷണൽ ഗ്യാസ്. ഇത് ഹീറ്റിങ്ങും ഇത് ഗ്യാസും, ഇത് ഇലക്ട്രിക് ഹീറ്ററും ഇത് ഗ്യാസും. റിസൾട്ട്സ് എന്താ പറയണത്? ഇൻഡക്ഷൻ കുക്കർ Aയും Bയും ഇലക്ട്രിക്കൽ കോയിൽ ന്യൂട്രൽ. ഇവിടെ കിടക്കണം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ലാർജ് വെസൽ, സ്മോളർ വെസൽ, അതാണ് അവർ വ്യത്യാസം കേട്ടോ. കേട്ടോ, സ്മോൾ വെസലിൽ ഇൻഡക്ഷൻ കുക്കർ A ഹാഫ് പവറിൽ 76.5%. എന്താണ് സംഭവം? ഈ പെർസെൻറ്റേജ് എന്താ? കുക്കിംഗ് എഫിഷ്യൻസി. അത് അത്രയ്ക്കും ഹീറ്റ് അല്ലെങ്കിൽ പവർ നമ്മുടെ ഫുഡിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അത്രയും ഹീറ്റ് വെസലിലുള്ള സാധനത്തിന് കിട്ടിയെന്ന് പറയണത്. എന്നാൽ കുക്കർ Bയിലാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കുറവാണ്. ഇലക്ട്രിക്കൽ കോയിലാണെങ്കിൽ 81%. ലാർജ് വെസലിൽ ഇലക്ട്രിക്കൽ കോയിലാണ് സക്സസ്ഫുൾ. കൂടുതൽ വന്നേക്കുന്നത് അതിനാണ്. സ്മോൾ വെസൽസിൽ കുക്കിംഗ് എഫിഷ്യൻസി റിസൾട്ട്സ് ഇവിടെയാണ്. സ്മോൾ വെസലിൽ ഇലക്ട്രിക്കൽ കോയിൽ വഴി ചെയ്യുമ്പോൾ 48% കിട്ടണുള്ളൂ. അവിടെയാണ് 75% കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഏകദേശം നിയർലി ഡബിളിൻ്റെ അടുത്ത്. അതാണ് നാച്ചുറൽ ഗ്യാസ്. ഒന്നും പറയണ്ട, മൊത്തം ലോസാ. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ കണ്ടന്റ്. ഈ സംഭവം വെച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോണത്. എന്ത്? ഹീറ്റിംഗ് കോയിൽ. അപ്പം നമുക്കിനി ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എലമെന്റ് സ്മോൾ സൈസ് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയിരിക്കും. എന്തായാലും ചെയ്തു നോക്കാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിച്ചോട്ടെ കമൻ്റായിട്ട്. എനിവേ, എന്തായാലും ഈ ഒരു വ്ളോഗ്, ഈ ഒരു എപ്പിസോഡ് ഇവിടെ ചെന്ന് ക്ലോസ് ചെയ്യാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അതായത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹീറ്റിംഗ് കോയിൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് കോയിലിനേക്കാളും ഇൻഡക്ഷൻ ഹീറ്റിംഗ് കോയിൽ ചെറിയ വെസൽസിന് വളരെ എന്താ പറയുക, എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഡിസ്പെൻസറിനെ ഡെഫിനറ്റ്ലി ഇതൊരു ഒരു 10 പാഡ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ചെറിയ വെസലാണ്. ഇനി ഇവർ ഈ സ്മോൾ വെസലിന് കൺസിഡർ ചെയ്യണത് എന്താണെന്ന് വേണമെങ്കിൽ ഒന്ന് തപ്പി നോക്കാം കേട്ടോ. അവസാനം ഈ സ്മോൾ വെസൽ എന്താണ്, ബിഗ് വെസൽ എന്താണ്, ഇവരെ സൈസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. എന്താണ് പറയണത്? കുക്കിംഗ് പെർഫോമൻസ് പ്രൊസീജിയർ, 10 pounds വാട്ടർ ഓയിൽ ഫ്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ട്. ആണ്ടോ ഓക്കെ. 24 സെന്റിമീറ്റർ ഉള്ളൊരു പോട്ടിലാണ് ഒരു കത്തിക്കാൻ നോക്കിയത്. അപ്പോൾ അതെന്താണ്? അത് സ്മോളാണോ ലാർജ് ആണോ? ഇത് സ്മോളിലും മറ്റേ ലാർജിനായിരിക്കും തോന്നുന്നു. കുക്കർ AB-യിൽ ഇത് തപ്പി പിടിച്ച് വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണല്ലോ. ചേട്ടന്മാരത് പറയണല്ലോ കേട്ടോ. വളരെ പേഷ്യൻസോട് കൂടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത്, നമ്മളൊരു മടിയനായതുകൊണ്ട് നമ്മൾ ഫൈൻഡിൽ പോയിട്ട് സെൻറ്റിമീറ്റർ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ മെയ്ഡ് ഓഫ് 6 ഇഞ്ച്.
15 സെന്റിമീറ്റർ കിട്ടി. സ്മോൾ വെസൽ, ലേബിൾഡ് സ്മോൾ വെസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 സെന്റിമീറ്റർ. ആ അടിപൊളി. മറ്റേന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ. നമ്മുടെ അടുത്ത കളി. അപ്പൊ കൺക്ലൂഡ് ചെയ്യാട്ടാ. എല്ലാവരോടും താങ്ക്സ്. അടുത്ത വീഡിയോ കണ്ടോട്ടാ. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മളെ ഹീറ്റിംഗ് ഓയിൽ ഇപ്പൊ 550 വാട്ടിന്റെ ഹീറ്റിംഗ് ഓയിൽ വർക്ക് ചെയ്യണം. നമ്മളുടെ ഈ സാനിറ്ററി ഡിസ്ട്രോയറിനെ ഞാൻ ഹീറ്റിംഗ് ഓയിലായിട്ട് നമ്മുടെ ഇൻഡക്ഷൻ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പെർഫോമൻസ് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ. എല്ലാവരും മുടങ്ങാതെ കാണുക. താങ്ക്